സാറുമാരെന്തത്ര നേരത്തെ? അണ്ണാ നാന് മിന്നൂസ്. മിന്നൂസൊന്നുമില്ല, ദിവസം വന്നോളൂ ഓസിന് കൂച്ചാൻ. ഡേയ് ചുമ്മാ പറഞ്ഞാണ്, മിന്നൂസൊക്കെ തരാം. ഓ വേണ്ട. എടാ നീയൊക്കെ അല്ല അവന്റെ മോഡൽ നശിപ്പിച്ചെന്ന് എല്ലാരും അറിഞ്ഞല്ലേ, പിന്നെ എന്തത്ര വിഷമം നിനക്കൊക്കെ? അതൊന്നും അല്ല, പിന്നെ ക്ലാസ്സിലെ ഇലക്ഷന് പേരെടുത്തു. ആര്? വേറെ ആര്? ശ്രീകുട്ടെ. എന്തിന്? എന്തോ അമ്പാടിക്കിട്ടൊന്ന് പണിയാൻ. സീരിയസ് ആയിട്ടാണ്? നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടെ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക്. എന്നിട്ട് 4 ലക്ഷം പടി, എന്നിട്ട് ഒരുത്തന്നെ പണിയാൻ നോക്കാം. അവനൊക്കെ പണിയാൻ നടക്കണം, പിന്നെ മേസ്തരിയല്ലേ പണിയാൻ. ഗുഡ് മോർണിംഗ് ധന്യ. ഗുഡ് മോർണിംഗ് രമ്യ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ കോമഡി ടൈം. ചിക്കൻ ടിക്ക കിട്ടാത്ത സ്ഥലമേത്? ആര്യഭവൻ. പറയൂ, ആരെങ്കിലും പറയൂ, ആലോചിച്ച് പറയൂ. യൂസ് യുവർ ബ്രെയിൻ. പറയൂ, ആലോചിച്ച് പറയൂ, ആരെങ്കിലും പറയൂ. അന്റാർട്ടിക്ക ആയിരിക്കും. ആർക്കും അറിയില്ല. അന്റാർട്ടിക്ക. എങ്ങനെ? ധർമ്മബോധമുള്ളതാണ്. അടുത്തൊരു ചോദ്യം കൂടി, അത് കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ച് മരിക്കും. കാലിഫോർണിയയിലെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആണ്, കോമഡി ടൈം കഴിഞ്ഞു. ബാക്കി നാളെ പറയാം കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ. ബോയ്സ് കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ക്ലാസ് എവിടെ നമ്മൾ നിർത്തിയത്? Who is the author of How Far is the River? Yes. Ruskin Bond. Good. So, the story How Far is the River was written by Ruskin Bond. In this story, what prevented the boy from seeing the river? Badi bara. Sir, the big mountain. Midikan. What did the boy hear about the river from the villagers? Sir. About the fish and rocks in the water. എനിക്ക് വയ്യ. Why did the boy like to walk barefooted? Anasavara. He likes the feel of warm stones and cool grass. Good. എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാം. എല്ലാവരും എണീക്ക്. കമോൺ, വാ, ബാഗ് കൂടെ എടുത്തു. ബാഡി, നിങ്ങളെല്ലാവരും എണീക്ക്. നിങ്ങൾ ഫ്രണ്ടിൽ പോരി. പഠിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം, എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബുക്കടച്ചോ, നമുക്ക് ആദ്യം മുതൽ റിവൈസ് ചെയ്യാം. അത് പഠിച്ചില്ലല്ലോടാ. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. ഇതാര് പറഞ്ഞ? ശ്രീകുടെ പറ, ആര് പറഞ്ഞത്? അറിയില്ലേ? പഠിച്ചതല്ലേ? ശരി, എന്നാ വേറൊരു ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ? പറ.
പറടാ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ? അവിടെ പറ. എവിടെയാ? അവിടെ ആർക്കെങ്കിലും അറിയോ? അമ്പാടി Sir, പറ. nature's plenty. അതാണ്. എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമുണ്ടോ? അതിന് പഠിക്കണം. നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല. എണീച്ച് പുറകിപ്പോടാ. എന്തൊക്കെ ആയിരുന്നു പൊടി പറത്തണ്, ഉത്തരം പറയണ്, സ്ലോ മോഷനിൽ നടക്കണ്, ഓടിക്കാം. ഇതൊക്കെ ആരോട് പറയാ? എന്തരാ നീയൊക്കെ പോട്ടെ ഒന്നടാ. എന്തിന്? ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ നടന്നു. പൂർത്തി ചുമ്മാ കിളത്തല്ലേ. നീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട്. എന്തിന്? സാറുമാരെ വിളിക്കാനല്ലേ? ആണെങ്കി മണ്ടന്മാരെ സാറുമാരല്ല, നമ്മളാണ് വോട്ട് ചെയ്യണം. അല്ലേ തന്നെ നിനക്കൊക്കെ ആര് വോട്ട് ചെയ്യാൻ? അതിപ്പോ നമ്മളാലും നീ ഒന്ന് അഞ്ചും. ഞാനോ? ആ. ചെപ്പ. നീ ക്ലാസ് വെച്ച് കഴിച്ചു. അത് പിന്നെ നിനക്കൊക്കെ മതിയാ മാസ്, എനിക്ക് വേണ്ടേ? എടാ പൃഥ്വിരാജേ, എന്തോന്ന് പൊണിത്തരാച്ചി പൂർത്തി, അത് മതി. എന്നാലും ഈ പിള്ളേരെ വിളക്കാന്നൊക്കെ പറഞ്ഞ പിള്ളേരെ വിളിക്കാം, അതും ഫ്രണ്ട് ബെഞ്ച്, മീനാക്ഷിയുടെ ബെഞ്ച്. പക്ഷെ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം. അതൊന്നും പറ്റൂല, ഞാനാണ് സെക്കൻഡ് ലീഡർ. എങ്ങനെ അപ്പൊ ഞാനാ അതവിടെ നിന്നും പോയി അവന്റെ ഒരു കെണി. അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ. പറഞ്ഞിട്ട് പോടാ പ്ലീസ്. അപ്പോൾ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ്, നിർമ്മല മീനയ്ക്ക് എഴുതുന്ന കത്ത്. രണ്ടാം ഭാഗത്തിൽ അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം. മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ. അപ്പൊ നമുക്ക് ആദ്യം കത്ത് നോക്കാം. മേ ഉസ്കി വർഷകാണ്ട് മനാരഹി ഹു. വർഷകാണ്ട്, വർഷകാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാക്ഷി പറയും. ഭഗവാൻ. അച്ഛാ ഇരിക്കൂ. അപ്പോ വർഷകാണ്ടെന്ന് പറഞ്ഞാൽ എവിടെ? ജന്മദിൻ. ഇപ്പൊ പോയി ചോദിക്കാൻ പറ്റിയ അവസരം. ഇപ്പൊ പറയണോ? വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോരെ. അയ്യാ, ഐ ലവ് യു പറയണ കാര്യമല്ല, ഓട്ടോ വയ്ക്കണ കാര്യമാണ് പറയാൻ പറഞ്ഞ. യവൻ പറയോടി. ആ പറയുവായിരിക്കും. ഏട്ടാ എന്താ നീലല്ലേ പോടാ. ദാണ്ടെ ഇന്ന് ഇന്റർവെൽ ഗ്രൗണ്ടിൽ അടി. പോയേ. അപ്പം ഇനി അടിസീൻ.
ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു തരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം എന്നിട്ട് താനും തണലുമായ എന്നോട് സ്വന്തം ഡസ്റ്റാണ് നീറ്റ് അടിച്ചോണ്ട് പോയത്. തണല്ലേ ഏട്ടോ അടിച്ചു കൊല്ലാമാരെ. നമ്മുടെ ഡെസ്ക് തൊടാൻ മുതിർന്ന ആ കൈകൾ നമ്മളങ്ങ് എടുക്കുക. എന്നാ വാടാ വന്നേട്. ഭസ്മടാ. സ്റ്റാഫ് റൂമിൽ കൊണ്ടോ. പിടി 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 താങ്ങി പിടി. നേരെ വേടാ. അടിയില്ലേടേ. വെയിറ്റ് ആരെങ്കിലൊക്കെ അടിയടി. ഈ ഇന്റർവെൽ തീരാറായി. നമുക്ക് ഈ സ്പേസ് പോരാ. വൈകിട്ട് ട്യൂഷൻ ബിസിയാണ്. നാളെ വെള്ളി ഉച്ചയ്ക്ക് 1/2 മണിക്കൂർ എക്സ്ട്രാ കിട്ടും. ക്രിക്കറ്റ് വലിയ ഗ്രൗണ്ടിൽ കളിക്കാം. ജയിക്കുന്നവർക്ക് അതായത് നമുക്ക് ഡെസ്ക് ഒപ്പം ബസ് വണ്ടി. ക്രിക്കറ്റ് കളിക്കാനാ? ഡീൽ ഓർ നോ ഡീൽ? എന്തിയൂടെ ഓക്കെ പറയടാ, നമുക്ക് നോക്കാം. പറയല്ലേ? ഓ പറ പറ. ഓക്കെ, ഡീൽ. ഓക്കെ. അപ്പൊ ഓപ്പണിംഗ് അനൂപ് ശ്രീകുട്ടനാണെങ്കിൽ അടുത്ത മതി. അത് വേണ്ട, നീ 3ാമത് ഇറങ്ങിയാൽ മതി. ജാമ്പോ 2ാമത് ഇറങ്ങട്ടെ. ഞാനൊക്കെ കളിക്കോളെ. പിന്നെ പ്ലാവട്ട് ടൂർണമെന്റ് അവൻ 6 അടിച്ചോ ഞാൻ കണ്ടേയില്ലേ? കാണാതെ പോണതിന് മുമ്പാ ശേഷം മുമ്പ് എന്ത് ഒരു 6 അടിച്ചെന്ന് പറഞ്ഞ് നീ എഴുത്. എടാ ശരത്തെ, എന്നെ കൂടെ കളിക്കാൻ കൂട്ടോടാ. അതിന് കേട്ടെടുത്ത് മനസ്സിലല്ലടാ. പറ്റൂലടാ, നിന്നെ കൊണ്ട് പറ്റൂല. എടേ അവൻ കളിക്കട്ടെ. നിനക്ക് പ്രാന്താ? എടേ അതല്ലെന്ന്, മറ്റവന്മാരുടെ കിടിയിലെ ടീമാ. നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. അത്ര മതി നമുക്ക് തോക്കാൻ. അതെ, അഥവാ അവനുണ്ടെങ്കിൽ നമ്മൾ തോറ്റ നൈസായിട്ട് അവന്റെ മണ്ടേച്ചാര. ജയിക്കുവാണ് ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാം. പൊളി. എന്റെ മോനെ. ഡേയ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ നിൽക്കണ്ട, ഗ്രൗണ്ടിൽ വാ കളിക്ക. ശരി. അടിച്ച് പരത്തി നമ്മ തികനടാ.